കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. ആ വാർത്ത മണിക്കൂറുകൾക്കകം തന്നെ സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരെയാണ്. കാരണം ആ വാർത്തക്കകത്ത് ഒരു പ്രവാസിയുടെ ഉത്തരവാദിത്വ ബോധമുണ്ടായിരുന്നു. ഒരു പ്രവാസി സ്വന്തം നാടിനോട്, സ്വന്തം കുടുംബത്തോട് കാണിച്ച കൂറുണ്ടായിരുന്നു. കാസർഗോഡ് പുതുതായി COVID-19 സ്ഥിരീകരിച്ച ഒരു പ്രവാസിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയപ്പോൾ ആ റൂട്ട് മാപ്പിൽ ഒരൊറ്റ ഒരു വര മാത്രമായിരുന്നു. കാരണം ആ മനുഷ്യൻ കൃത്യമായ ബോധ്യത്തോടു കൂടി മുന്നോട്ട് വന്നപ്പോൾ ആ മനുഷ്യനുമായി ഒരാൾ പോലും ബന്ധപ്പെടാതിരിക്കാൻ അദ്ദേഹം തന്നെ സ്വയം തയ്യാറായത് ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ നാടായ കാസർഗോഡ് ചെങ്കള പഞ്ചായത്തിലെ മാവിനക്കട്ട എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ചാണ്. ആ നാടും എല്ലാവർക്കും ഒരുപോലെ തന്നെ മാതൃകയാവുകയാണ്. കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ലോകരാഷ്ട്രങ്ങളിൽ കൊറോണ ഭീതി നിലനിൽക്കുന്ന സമയത്ത് തന്നെ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ബോധവൽക്കരിപ്പിക്കുകയും അവർക്കൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ, അത് കൃത്യമായ അനൗൺസ്മെന്റിലൂടെ ഒരു വാഹനത്തിലൂടെ ആ പ്രദേശത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ചെന്ന് കൃത്യമായ ഒരു ബോധ്യം ആ നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, നിങ്ങൾ കാണേണ്ട കുറച്ച് കാഴ്ചകളുണ്ട്. ആ നാട്ടിലെ റേഷൻ കടക്ക് മുന്നിൽ ആളുകൾ നിൽക്കുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കൃത്യമായി അകലം പാലിച്ച് എല്ലാവരും കൃത്യമായ രീതിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ഒരു രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ കൃത്യമായി അവർ വരച്ചിട്ടുള്ള ഒരു രേഖ നിങ്ങൾക്ക് കാണാം. ഒരു ചതുരം രീതിയിലുള്ള ഒരു കോളത്തിനകത്ത് അവർ നിൽക്കണം. എന്നിട്ട് പതിയെ പതിയെ ഓരോ ആളുകളും റേഷൻ കടയിലേക്ക് കടന്നു പോകണം. എന്നിട്ട് അവശ്യ സാധനങ്ങൾ നിങ്ങൾ വാങ്ങണം. അത് മാത്രമല്ല, അവരുടെ ആ പ്രദേശത്തുള്ള കടകൾക്ക് മുന്നിലും ഇതുപോലെ ഒരു രീതി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് പൊതുജനങ്ങളുടെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷിതത്വം ഒരു നാട് എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ളതിന് കൃത്യമായ മാതൃകയാണ് കാസർഗോഡ് ചെങ്കള പഞ്ചായത്തിലെ മാവിനക്കട്ട എന്ന് പറയുന്ന പ്രദേശം. അതിനോടൊപ്പം എടുത്തു പറയേണ്ടത്, ആ പ്രദേശത്തുള്ള വീടുകൾക്ക് മുന്നിലൊക്കെ കൊറോണ ഭീതി കാരണം തൽക്കാലം ആരും നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റുള്ള വീടുകളിലേക്കോ പോകേണ്ട എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ആ ഓരോ വീടിന് മുന്നിലും തൂക്കിയിട്ടിരിക്കുന്നു. ഇതൊക്കെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട് പുലർത്തിയ ജാഗ്രതയാണ്. ഒപ്പം അവിടെയുള്ള എല്ലാ പോസ്റ്റുകളിലും എല്ലാ മതിലുകളിലും കൃത്യമായി പൊതുജനങ്ങൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ അവർ എഴുതി വച്ചിരിക്കുന്നു. അഥവാ ഒരു നോട്ടീസ് രൂപേണ എല്ലായിടത്തും തൂക്കിയിരിക്കുന്നു. ഇതൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ കൊറോണ എന്ന് പറയുന്ന മഹാവിപത്തിനെ കൃത്യമായ രീതിയിൽ നേരിടാനുള്ള ഒരു മുന്നൊരുക്കം അവർക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കും. കാരണം ഞാൻ എന്തായാലും ആ നാടിനെയും ആ നാട്ടുകാരെയും തീർച്ചയായും അഭിനന്ദിക്കുകയാണ്. കാരണം ഇതേപോലെ എല്ലാ നാടുകളും മാതൃകയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. കൃത്യമായ രീതിയിൽ കൊറോണയെ പ്രതിരോധിച്ച് നിർത്താനും സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാം, അവരുടെ മുൻകരുതലൊക്കെ കാണാം. എന്തായാലും നിങ്ങളും ഇതേപോലെ മാതൃകയാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ നമുക്ക് സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. എന്തായാലും ആ മാവിനക്കട്ട എന്ന് പറയുന്ന പ്രദേശം രണ്ട് പ്രശംസകൾക്ക് കാരണമായി. ഒന്ന്, അവിടെയുള്ള ഒരു പ്രവാസി കാണിച്ച ജാഗ്രത. അതോടൊപ്പം തന്നെ ആ നാട്ടുകാർ കൊറോണയ്ക്കെതിരെ എടുത്ത നടപടികൾ. ഇതൊക്കെ എന്തായാലും എല്ലാവരിലേക്ക് എത്തണം. എല്ലാവരും ഇതേപോലെ മാതൃകയാക്കി കഴിഞ്ഞാൽ